നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ഒരിക്കൽ കൂടി ലോകത്തിന് മനസ്സിലായിരിക്കുന്നു. ചെങ്കടലിൽ ഇന്ത്യൻ നാവികസേന ഹൂതി വിമതരെ തുരത്തി ചരക്ക് കപ്പലിന് സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. ഹൂതി വിമതരുടെ ആക്രമണത്തിനിരയായ അമേരിക്കൻ ചരക്ക് കപ്പൽ, ആ ചരക്ക് കപ്പലിനെയാണ് ഇന്ത്യയുടെ അഭിമാനമായ INS വിശാഖപട്ടണം, മലയാളിയായ ക്യാപ്റ്റൻ ബ്രിജേഷ് നമ്പ്യാർ കമാൻഡ് ചെയ്യുന്ന INS വിശാഖപട്ടണം രക്ഷപ്പെടുത്തിയത്. ഇന്ത്യയുടെ നാവികസേനയുടെ കരുത്ത് വിളിച്ചോതുന്ന ഈ നടപടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ നാവിക ശക്തി തെളിയിക്കുന്നതാണ്. നേരത്തെ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്ത മറ്റൊരു ചരക്ക് കപ്പലിനെയും ഇന്ത്യയുടെ നാവികസേന രക്ഷപ്പെടുത്തിയിരുന്നു. അന്ന് INS ചെന്നൈയാണ് ആ മഹാദൗത്യം പൂർത്തിയാക്കിയത്. ഇപ്പോഴിതാ INS വിശാഖപട്ടണം എന്ന ആ പടക്കപ്പൽ ആ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. അമേരിക്കയ്ക്ക് പോലും സ്വന്തം ചരക്ക് കപ്പലിന് സുരക്ഷ ഒരുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അറബിക്കടലിലല്ല ചെങ്കടലിലെത്തി ഇന്ത്യൻ സൈന്യം, ഇന്ത്യയുടെ നാവികസേന ആ വലിയ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ച് സ്വപ്ന സമാനമായ നേട്ടമാണിത്. ലോകം തന്നെ ഇന്ത്യയുടെ നാവിക കരുത്തു കണ്ട് വിസ്മയിക്കുന്ന സാഹചര്യം. 10 പടക്കപ്പലുകളെ അറബിക്കടലിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് അറബിക്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം ഏറ്റവും സുരക്ഷിതമെന്ന് ലോകത്തെ അറിയിക്കുകയാണ് ഭാരതം. ചെങ്കടലിൽ അശാന്തി സൃഷ്ടിക്കുന്ന ഹൂതികളെ ചെങ്കടലിലെത്തി ആക്രമിക്കാൻ ധൈര്യമുള്ള ഒരേ ഒരു നാവിക സൈന്യം അത് ഇന്ത്യയുടെ നാവിക സൈന്യമാണെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, ചെങ്കടലിൽ വലിയ അശാന്തിയാണ് ഹൂതി തീവ്രവാദികൾ നടത്തുന്നത്. ചെങ്കടൽ വഴിയുള്ള ചരക്കു ഗതാഗതത്തെ പൂർണ്ണമായും താറുമാറാക്കിയിരിക്കുന്നു. നിരവധി രാജ്യങ്ങൾ, നിരവധി ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം ഇപ്പോൾ നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. കാരണം ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹൂതി തീവ്രവാദികൾ വലിയ റോക്കറ്റ് ആക്രമണങ്ങളാണ്, ഡ്രോൺ ആക്രമണങ്ങളാണ് ചെങ്കടലിൽ നടത്തുന്നത്. ചെങ്കടൽ വഴിയുള്ള ഇസ്രായേൽ ബന്ധമുള്ള, അമേരിക്കൻ ബന്ധമുള്ള, ബ്രിട്ടീഷ് ബന്ധമുള്ള എല്ലാ കപ്പലുകളെയും ഇവർ ആക്രമിക്കുകയാണ്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 27 കപ്പലുകളെയാണ് ആക്രമിച്ച് സാരമായ കേടുപാടുകൾ ഉണ്ടാക്കിയത്. ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കൻ കപ്പലിനെ ആക്രമിച്ച് സാരമായ കേടുപാടുകൾ ഉണ്ടാക്കിയിരുന്നു. ഇതിന് പ്രതികാരമായി ഹൂതികളുടെ യമനിലെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക കനത്ത റോക്കറ്റ് ആക്രമണം നടത്തി വലിയ നാശനഷ്ടമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചെങ്കടലിൽ US കപ്പലിന് നേരെ, US ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്താൻ ഹൂതികൾ തയ്യാറായത്. ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ INS വിശാഖപട്ടണം എന്ന പടക്കപ്പൽ കുതിച്ചെത്തുകയായിരുന്നു. ഹൂതി തീവ്രവാദികളെ അവിടെ നിന്ന് തുരത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം സുരക്ഷിതമായ പാതയൊരുക്കി അമേരിക്കയുടെ ചരക്ക് കപ്പലിന് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ത്യയുടെ നാവികസേന ഒരുക്കി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിലും അഭിമാനം ഒരു മലയാളി കമാൻഡ് ചെയ്യുന്ന, ഒരു മലയാളി നയിക്കുന്ന ഒരു പടക്കപ്പൽ, ക്യാപ്റ്റൻ ബ്രിജേഷ് നമ്പ്യാർ എന്ന മലയാളികളുടെ അഭിമാനമായ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ തലയെടുപ്പോടുകൂടി നയിക്കുന്ന INS വിശാഖപട്ടണം എന്ന കപ്പലാണ് ആ വലിയ ദൗത്യം പൂർത്തിയാക്കിയതെന്നുള്ളത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇതിൽ പുറം എന്താണ് മലയാളിക്ക് സന്തോഷിക്കാൻ വേണ്ടത്? അതിനിടെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 14 മിസൈലുകൾ തകർത്തതായി അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു. ഹൂതികളെ ഭീകരരുടെ പട്ടികയിൽപ്പെടുത്തിയ അമേരിക്ക രാജ്യാന്തര തലത്തിൽ നടപടികൾ ശക്തമാക്കുമെന്നും അറിയിച്ചിരിക്കുന്നു. മാൾട്ടയിൽ നിന്ന് പുറപ്പെട്ട മറ്റൊരു ചരക്ക് കപ്പലിന് നേരെയും ഹൂതികളുടെ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ചെങ്കടലിലൂടെ നീങ്ങുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ ആക്രമണം ആരംഭിച്ചത്. ഇറാന്റെ സൈനിക സഹായത്തോട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയാണ് ഹൂതികൾ. യമനാണ് ഇവരുടെ ആസ്ഥാനം. യമനെയും ആക്രമിക്കുമെന്ന് അമേരിക്ക ദിവസങ്ങൾക്ക് മുൻപ് ഭീഷണി നൽകിയിരുന്നു. ഇസ്രായേലിനെ ആക്രമിക്കുക, ഹമാസിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഹൂതികളുടെ പ്രഖ്യാപിത ലക്ഷ്യം. യമന്റെ വടക്കൻ ഭാഗത്ത് ഇവരുടെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. യമൻ സർക്കാരിനെ പോലും നിയന്ത്രിക്കുന്നത് ഹൂതികളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹൂതികൾക്ക് ചെങ്കടലിൽ വലിയ സൈനിക ശേഷിയുണ്ട്. ഇറാനാണ് പ്രധാനമായും ഹൂതികൾക്ക് ആവശ്യമായ ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഹൂതികളെ ആക്രമിക്കുന്നതിനൊപ്പം ഇറാനെതിരെയും ആക്രമണം നടത്താൻ തയ്യാറെടുക്കുകയാണ് അമേരിക്ക.
അതേസമയം പശ്ചിമേഷ്യയിൽ ഹമാസിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കാൻ ഉറച്ച് ഇസ്രായേൽ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ ഹമാസിന്റെ 2 റെജിമെന്റുകളെയും തകർത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ആകെ 24 റെജിമെന്റുകളാണ് ഗാസയിൽ ഹമാസിനുണ്ടായിരുന്നത്. ആ റെജിമെന്റുകളിൽ 16 എണ്ണത്തെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു. ബാക്കിയുള്ള റെജിമെന്റുകളോട് തകർത്തുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അത് ഏറ്റവും എളുപ്പമാകില്ല, ഉടനടി തീരുന്ന പ്രക്രിയയല്ല. യുദ്ധം കൂടുതൽ കാലത്തേക്ക് നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. എന്നാലും എത്രയും വേഗം ഹമാസിന്റെ ഭീകരരെ ഗാസയുടെ മണ്ണിൽ നിന്ന് തുരത്തുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള വലിയ പോരാട്ടത്തിലേക്കാണ് ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുന്നത്. ഇസ്രായേലിന് വേണ്ടി ജീവത്യാഗം നടത്തിയ സൈനികരെ ഓർമ്മിക്കുന്നുവെന്നും അവരുടെ ഓർമ്മകളുടെ കരുത്തിലാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നതെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. 24 റെജിമെന്റുകളിൽ 16 എണ്ണത്തെ തകർത്തിരിക്കുന്നു. ബാക്കി റെജിമെന്റുകൾക്ക് നാഥനില്ലാത്ത അവസ്ഥയായിരിക്കുന്നു. ചിന്നിച്ചിതറിയ ഹമാസ് ഭീകരർ എവിടെയൊക്കെയോ ഒളിത്താവളങ്ങൾ ഇരുന്നു കൊണ്ടാണ് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുന്നത്. അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തി പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക, ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള മുഴുവൻ ബന്ദികളെയും സുരക്ഷിതരായി രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാന ദൗത്യങ്ങളിൽ ഒന്നാണ്. എന്നാൽ എത്ര പേർ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ളത് ഇസ്രായേലിന് അറിയില്ല. ഹമാസിന്റെ ഭീകരരെ പൂർണ്ണമായും കീഴടക്കിയാൽ മാത്രമേ അവരുടെ പക്കൽ എത്ര ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഹമാസിന്റെ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന ഓരോ ബങ്കറുകളും കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ സേന എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. വലിയ സമ്മർദ്ദമാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് മേൽ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഇസ്രായേലിന് മേൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. ഖത്തർ, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇത്തരത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇസ്രായേലിനെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നു. എന്നാൽ അമേരിക്കയുടെ വലിയ പിന്തുണയുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ഇസ്രായേലിനുണ്ട്. എന്തായാലും യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. യുദ്ധത്തിന്റെ ഒരു അന്ത്യം കണ്ട് മാത്രം അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള കൃത്യമായ മെസ്സേജാണ് ഇസ്രായേലിന് അമേരിക്ക നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ ഈ പിന്തുണയാണ് ഇസ്രായേലിനുള്ള ഏറ്റവും വലിയ കരുത്ത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്ക ആവശ്യമായ ആയുധങ്ങൾ നൽകുന്നുണ്ട്, എല്ലാ സൈനിക സഹായങ്ങളും നൽകുന്നുണ്ട്. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന അറബ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഇറാൻ, സിറിയ, ഈജിപ്റ്റ്, യമൻ അടക്കമുള്ള രാജ്യങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ അമേരിക് തയ്യാറാകുന്നുണ്ട്. അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള സംയുക്ത സഖ്യം, ആ സഖ്യമാണ് ഇപ്പോൾ ചെങ്കടലിൽ ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. ചെങ്കടലിൽ നിന്ന് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം. ഇതുകൊണ്ട് തന്നെ സുരക്ഷിതരായി ഹമാസിനെതിരെയുള്ള യുദ്ധം ചെയ്യാൻ ഇസ്രായേലിന് കഴിയുന്നു. ആ സാഹചര്യം ഒരുക്കിയത് അമേരിക്കയുടെ തന്ത്രപരമായ നിലപാടാണ്. അമേരിക്ക നേരത്തെ ഒരു കൃത്യമായ നിർദ്ദേശം ഇസ്രായേലിന് നൽകിയിരുന്നു. നിങ്ങൾ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുക, അതായത് യുദ്ധത്തിൽ നിന്ന് പിന്മാറുക എന്നതല്ല, യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ഹമാസിനെ പൂർണ്ണമായും തീർക്കുക, ഹമാസിന്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളെയും ആക്രമിച്ചില്ലാതാക്കുക, ഹമാസ് എന്ന ഭീകര സംഘടനയെ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുക. ഇതാണ് കൃത്യമായി ഇസ്രായേലിന് അമേരിക്കൻ സൈന്യം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് അക്ഷരം പ്രതി നടപ്പാക്കുകയാണ് ഇസ്രായേൽ സേന.